Hi dear friends, Assalamu alaikum. Welcome back to our channel. അപ്പോൾ ഇന്ന് ഞാൻ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു നെറ്റ് ഫാബ്രിക് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു ഫ്ലവറാണ് കേട്ടോ. ഇത് കുട്ടികളുടെ ഫ്രോക്കിലും അതുപോലെ തന്നെ നമ്മുടെ ഗൗണ്, ഡ്രസ്സ്, ചുരിദാർ ഇതിലൊക്കെ അറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന, ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു ഫ്ലവറാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കിയാലോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും കേട്ടോ. അപ്പോൾ ഇത് ആദ്യം തന്നെ ഞാൻ ഫസ്റ്റത്തെ ആ ഒരു കട്ട് ചെയ്യുന്ന ആ ഒരു ഭാഗം എൻ്റെ അടുത്ത് നിന്ന് ഡിലീറ്റ് ആയിപ്പോയി കേട്ടോ. അപ്പോൾ ഞാനത് എങ്ങനെയാണെന്നുള്ളതൊന്ന് പറഞ്ഞുതരാം. നമ്മളൊരു 6 മീറ്ററോ അല്ലെങ്കിൽ 6 ഇഞ്ചോ അല്ലെങ്കിൽ 5 ഇഞ്ചോ വീതിയിലുള്ള ഒരു നല്ല നീളത്തിലൊരു നെറ്റിൻ്റെ പീസ് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അത് നേരെ പകുതിയാണ് മടക്കിയിട്ട് അതിൻ്റെ ഒരറ്റം ഒന്ന് സ്റ്റിച്ചിട്ട് കൊടുക്കുക. സ്റ്റിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അതിങ്ങനെ നൂല് വലിച്ചിട്ട് ഇങ്ങനെ ചുരുക്കി കൊണ്ടുവന്നിട്ട് ഇതുപോലെ കൂട്ടിപ്പിടിച്ചിട്ട് ഈ ഒരു സൂചി ഇതുപോലെ ഒന്ന് എടുത്തിട്ട് ആ കൂട്ടിപ്പിടിച്ച ആ ഒരു അറ്റുണ്ടല്ലോ അതൊന്ന് നന്നായിട്ടൊന്ന് സ്റ്റിച്ചിട്ട് കൊടുക്കുക കേട്ടോ. നല്ല മുറുക്കി ഒന്ന് സ്റ്റിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞാൽ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൻ്റെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന് മുമ്പ് ഒരു ഫ്രോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഫ്രോക്കിൽ ഈ ഒരു ഫ്ലവർ വെക്കുന്ന ഭാഗം കാണിക്കുന്നുണ്ട്. അതിൽ നമ്മൾ കറക്റ്റായിട്ട് ഇത് കാണിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ ഒരു വീഡിയോ എടുത്ത സമയത്ത് എൻ്റെ അടുത്ത് നിന്ന് ആ ഒരു ക്ലിപ്പ് ഡിലീറ്റ് ആയി പോയതാണ്. എന്നിട്ട് ഇതുപോലെ ഒന്ന് കൂട്ടിപ്പിടിച്ചതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തും ഈ ഒരു സ്റ്റിച്ച് എത്തുന്ന രീതിയിൽ നമ്മൾ ഇതുപോലെ ഒന്ന് സ്റ്റിച്ചിട്ട് കൊടുക്കുക. സൂചി നൂല് ഉപയോഗിച്ചിട്ട് സ്റ്റിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇത് നന്നായിട്ട് സ്റ്റിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് കെട്ടിട്ടിട്ട് നമ്മളതൊന്ന് പൊട്ടിച്ചെടുക്കുക. നൂലൊന്ന് പൊട്ടിച്ചെടുക്കുക. അപ്പോൾ ഇതാ ഇങ്ങനെ കിട്ടും. അപ്പോൾ നമ്മൾ നേരെ നടുമടക്കിയിട്ടാണല്ലോ ആ ഒരു സ്റ്റിച്ചിട്ട് കൊടുത്തത്. അപ്പോൾ ആ ഒരു മടക്ക് നമ്മളിതുപോലെ ഒന്ന് നിവർത്തി കൊടുക്കുക. ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ മുഴുവനായിട്ട് ആ ഒരു മടക്ക് വരുന്നതൊക്കെ ഇതുപോലെ മടക്ക് ഒന്ന് നിവർത്തി കൊടുക്കാം. മുഴുവനായിട്ട് ആ ഒരു മടക്ക് രണ്ടും സെപ്പറേറ്റ് ആക്കി കൊടുക്കുക. വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ സ്പീഡൊന്നും ആക്കുന്നില്ല. ഇത് കറക്റ്റായിട്ട് കാണാൻ വേണ്ടിയിട്ട് ഞാൻ സ്പീഡൊന്നും കൊടുക്കാതെ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരറ്റം മുതൽ അങ്ങനെ ഈ ഒരു മടക്ക് നിവർത്തി വരുമ്പോൾ ചുറ്റുഭാഗവും ഇതുപോലെ കറക്റ്റായിട്ട് നിവർത്തി എടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ മുഴുവൻ മടക്കും നിവർത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു ഫ്ലവർ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഫ്ലവർ ചെയ്തെടുക്കുന്നത്. നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലവറാണ് കേട്ടോ. എന്നിട്ട് ഇത് ഇതുപോലെ ഒന്ന് കൂട്ടിപ്പിടിച്ചതിന് ശേഷം നമ്മളിതിൻ്റെ അറ്റമൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടൊന്ന് ലെവലാക്കി കൊടുക്കാം കേട്ടോ. പിന്നെ ഫ്ലവർ ചെറിയ ഫ്ലവറും വലിയ ഫ്ലവറൊക്കെ ചെയ്തെടുക്കുക. അതിനനുസരിച്ചുള്ള വീതിക്കനുസരിച്ചുള്ള തുണി കട്ട് ചെയ്തെടുത്താൽ മതി. നെറ്റിൻ്റെ ഫാബ്രിക്കാണ് കേട്ടോ, അതൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ഇത് അത്യാവശ്യം ഒരു വലുപ്പമുള്ള ഫ്ലവറാണ് ഞാൻ ചെയ്തത്. അതുകൊണ്ടാണ് ഞാനൊരു 6 ഇഞ്ച് വീതി പറഞ്ഞത് കേട്ടോ. അതാ നമ്മുടെ ഈസി ആയിട്ടുള്ള ഈ ഒരു നെറ്റിൻ്റെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രോക്കിലൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് തുന്നി കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഒട്ടിച്ചു കൊടുക്കുന്നതിനെക്കാട്ടും ഒന്നും കൂടെ വൃത്തിയായിട്ടുണ്ടാവുക നമ്മൾ സൂചി നൂലും വെച്ചിട്ട് തുന്നിയെടുക്കുമ്പോഴാണ്. അപ്പോൾ ഞാൻ ദാ ഇതുപോലത്തെ കുറച്ചധികം ഫ്ലവർ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഒരുപാട് ഡിസൈൻ ഈ ഒരു ഫ്ലവർ വെച്ചിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഫ്രോക്കിലാണെങ്കിലും കുട്ടികളുടെ ഫ്രോക്കിലാണെങ്കിലും നമ്മുടെ വലിയവരുടെ ടോപ്പ്, ഗൗൺ ഇതിലൊക്കെ നമുക്ക് ഇങ്ങനത്തെ ഫ്ലവർ ചെറിയ കുഞ്ഞു ഫ്ലവർ ഉണ്ടാക്കിയിട്ട് നല്ല ഡിസൈന് കൊടുക്കാൻ പറ്റും. കുറച്ച് ഐഡിയ ഉള്ള ആളുകൾക്കൊക്കെ നന്നായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഈ ഒരു ഫ്ലവർ ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റുന്ന ഒരു ഫ്ലവറാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇത് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാൻ മറക്കരുത് കേട്ടോ. പിന്നെ നമ്മുടെ ചാനലിലെ വീഡിയോസ് ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ
പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂട്ടോ. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കാണും, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമ്മളിതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ അത് പെട്ടെന്ന് തന്നെ കാണാൻ പറ്റും. ഇനി ഞാനിത് എങ്ങനെയാണ് ഫ്രോക്കിൽ നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുത്തതെന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട്. ഈ ഒരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്ത വീഡിയോ നമ്മളിതിൻ്റെ മുമ്പ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാൻ താല്പര്യമുള്ളവർ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ, അതൊന്ന് പോയി കാണാം. അപ്പോൾ അതിൽ ഈ ഒരു ഫ്ലവർ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാനിതാ ഈ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ 3 ഫ്ലവർ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു സൈഡിലായിട്ട് 2 ഫ്ലവർ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് സൂചി നൂലും വെച്ചിട്ട് സ്റ്റിച്ച് ഇട്ട് കൊടുത്തേക്കാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ഇതുപോലത്തെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.